പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും മുംബൈ റേഷണൽ അസോസിയേഷനും ഇന്ത്യൻ സെക്യുലർ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സമാന്തര ചികിത്സാ സമ്പ്രദായത്തെ പറ്റിയുള്ള സംവാദത്തിലേക്ക് സ്വാഗതം. മുംബൈ റേഷണൽ അസോസിയേഷൻ കഴിഞ്ഞ ഏതാണ്ട് 4 വർഷമായി മുംബൈയിൽ ശാസ്ത്രീയ ചിന്താരീതി പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. മുംബൈ റേഷണൽസ് അസോസിയേഷൻ ഒരു പുതിയ സംഘടനയല്ല. ഏതാണ്ട് 70കളിലും 80കളിലും വളരെ സജീവമായ ഒരു യുക്തിവാദി പ്രസ്ഥാനം ബോംബെയിൽ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇടക്കാലത്ത് പ്രവർത്തനം അല്പം മന്ദീഭവിച്ചു പോയ മുംബൈ റേഷണൽസ് അസോസിയേഷനെ ഏതാണ്ട് 4 കൊല്ലം മുമ്പ് പുനരുജ്ജീവിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം ഇവിടെ നടന്ന ജ്യോതിഷം പരിപാടിയിൽ നിങ്ങളിൽ ചിലരെങ്കിലും സംബന്ധിച്ച് കാണും. അതുപോലെ കുട്ടികൾക്കുള്ള വാന നിരീക്ഷണം തുടങ്ങിയ അനവധി പരിപാടികൾ വളരെ വിജയകരമായി തന്നെ നടത്താൻ MRAയ്ക്ക് സാധിച്ചു. സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെ ചിന്താരീതിയാക്കുക എന്ന ഒരു കടമ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പല ആളുകളും ഒരു പക്ഷേ ചോദിച്ചേക്കാം. കാരണം പരമ്പരാഗതമായ യുക്തിവാദികൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ശബരിമലയിലേക്ക് മകരജ്യോതിയെ അനാവരണം ചെയ്യാനുള്ള ജാഥ നടത്തുക തുടങ്ങിയ വളരെ പരമ്പരാഗത രീതിയിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയായിരിക്കാം ഒരു പക്ഷേ പൊതുസമൂഹത്തിന് കൂടുതൽ പരിചയം യുക്തിവാദി എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഉള്ള പരിപാടികൾ MRA സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ സാങ്കത്യം എന്താണ്, എന്തിനാണ് ഹോമിയോപ്പതിയെ പറ്റിയിട്ട് വൈദ്യശാസ്ത്ര സംബന്ധമായ ഒരു വിഷയത്തെ പറ്റിയിട്ട് യുക്തിവാദികൾ ഒരു ചർച്ച നടത്തുന്നത് എന്ന് പലരും ഒരുപക്ഷെ സംശയിച്ചേക്കാം. വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അതിൽ പല സമ്പ്രദായങ്ങളുണ്ട്. ഏറ്റവും പരിചിതമായ നമ്മളെല്ലാവരും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പോകുന്നത് നമ്മൾ അലോപ്പതി എന്ന് വിളിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്ര വിദഗ്ധരിലേക്കാണ്. ഈ ആധുനിക വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അവർ അലോപ്പതി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഇവിടെ ഈ പരിപാടിയെ പറ്റിയിട്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കിയപ്പോൾ അലോപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന് ശ്രീ വിശ്വനാഥൻ സാറൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഹോമിയോപ്പതിക്കാർ ആധുനിക വൈദ്യശാസ്ത്രജ്ഞരെ വിളിക്കുന്ന പേരാണ് അലോപ്പതി വൈദ്യർ. അലോപ്പതി വൈദ്യർ അങ്ങനെ സ്വയം വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തായാലും വേറൊരു വിഷയമാണ്. അപ്പോൾ ആധുനിക വൈദ്യമാണ് വളരെ പ്രമുഖമായിട്ടുള്ള ഒരു നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു വൈദ്യശാസ്ത്രം. അതുകൂടാതെ നിരവധി വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സ. ഇത് കൂടാതെ വിവിധ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും ഓരോരോ കാലഘട്ടങ്ങളിലായി വളർന്നു വന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ചൈനയിൽ അവരുടെ പരമ്പരാഗതമായി അവർ വളർത്തിയെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായം ചൈനയിലുണ്ട്. അതേപോലെ തന്നെ പുരാതനമായിട്ടുള്ള എല്ലാ സംസ്കൃതികളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും അവരുടേതായ ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അവരുടേതായ ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ അവരുടേതായ ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു. പുരാതന ഭാരതത്തിലും നമുക്ക് നമ്മുടേതായ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ ആധുനിക വൈദ്യശാസ്ത്രം രൂപപ്പെടുന്നതിന് മുൻപ് രൂപപ്പെട്ട ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ആധുനിക വൈദ്യശാസ്ത്രം മാത്രമല്ല, ആധുനിക ശാസ്ത്രവും രൂപപ്പെടുന്നതിന് മുമ്പ് രൂപമെടുത്ത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളാണ്. ആധുനിക ശാസ്ത്രമെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യം, ആധുനിക ശാസ്ത്രത്തിന്, വൈദ്യശാസ്ത്രമല്ല ശാസ്ത്രത്തിന് ഏതാണ്ട് 500 കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ മനുഷ്യചരിത്രത്തിൽ എന്നുള്ളതാണ്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഇന്ന് നാം അറിയുന്ന തരത്തിലുള്ള ശാസ്ത്രവും ആ ശാസ്ത്രത്തിൻ്റെ മാർഗങ്ങളും അതിൻ്റെ രീതിശാസ്ത്രവും ഡെവലപ്പ് ചെയ്ത് വന്നത്. അതിനു മുമ്പുണ്ടായിരുന്നത് പ്രാഗ് രൂപങ്ങളായിരുന്നു ശാസ്ത്രത്തിൻ്റെ. പുരാതന ഗ്രീക്കിലും ഇത്തരത്തിലുള്ള ആധുനിക ശാസ്ത്രം ഉടലെടുക്കുന്ന മുമ്പിട്ടുള്ള പ്രാഗ് രൂപങ്ങൾ നിലനിന്നിരുന്നു. അരിസ്റ്റോട്ടിൽ,
ഹിപ്പോക്രറ്റീസ് തുടങ്ങിയ ഗ്രീക്ക് ചിന്തകന്മാർ വൈദ്യശാസ്ത്രത്തെപ്പറ്റി വളരെ അഗാധമായി ചിന്തിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുകയും അവർ ചില അനുമാനങ്ങളിലെത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് പുരാതന ഗ്രീക്ക് ചികിത്സാ സമ്പ്രദായത്തിൽ അവർ പറഞ്ഞിരുന്നത് രോഗങ്ങൾക്കെല്ലാം കാരണം 4 തരത്തിലുള്ള ദ്രാവകങ്ങളാണ് എന്നായിരുന്നു. അതിലൊന്ന് കഫം, ഒന്ന് രക്തം, പിന്നെ 2 തരത്തിലുള്ള പിത്തരസങ്ങൾ. ഇങ്ങനെ 4 ദ്രാവകങ്ങളാണ് മനുഷ്യൻ്റെ എല്ലാ അസുഖങ്ങൾക്കും കാരണമെന്നായിരുന്നു ഈ പുരാതന ഗ്രീക്ക് ചികിത്സാ സമ്പ്രദായത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്നത്. ഏതാണ്ട് ആ ഗ്രീക്ക് സമ്പ്രദായത്തിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രവും വികസിച്ചു വരുന്നത്. ഒരു പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രജ്ഞർ അംഗീകരിക്കാതിരിക്കുകയോ ഒരുപക്ഷെ അംഗീകരിച്ചാൽ തന്നെ അവരതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നൊരു കാര്യം, അത് ഒരുപക്ഷെ വിശദാനന്ദ സാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അതിനുശേഷമുള്ള വിശദീകരണത്തിലും വിശദമാക്കും എന്ന് ഞാൻ കരുതുന്നു. ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 500-600 കൊല്ലത്തെ കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അതിനു മുൻപുള്ള ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും തെറ്റിദ്ധാരണകളിൽ കൂടി തെറ്റായ കാര്യങ്ങൾ പഠിച്ചു വരികയും പിന്നീട് ഇത് തിരുത്തുകയും ചെയ്തതിൽ കൂടിയൊക്കെ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു ചരിത്രം ആധുനിക വൈദ്യശാസ്ത്രത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾ നിലവിൽ നിന്നെങ്കിൽ പോലും ആധുനിക വൈദ്യശാസ്ത്രം അഥവാ അലോപ്പതി ഉടലെടുക്കുന്നത് ഗ്രീക്ക് ചികിത്സാ സമ്പ്രദായവുമായി വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീക്ക് ചികിത്സാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏതാണ്ട് 16, 17, 18 നൂറ്റാണ്ടുകൾ വരെ വളരെ പ്രാകൃതമായിട്ടുള്ള പല രീതികളും നമ്മൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്ന വൈദ്യശാസ്ത്രത്തിൽ നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് 4 ദ്രാവകങ്ങളാണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു. ഈ 4 ദ്രാവകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പനി, ജ്വരം തുടങ്ങിയ അസുഖങ്ങൾ വന്നാൽ രക്തം ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് പറയുകയും ശരീരം മുറിച്ച് രക്തം പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ബ്ലഡ് ലെറ്റിംഗ് ആണ് എന്നതിനെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ വൊമിറ്റ് ചെയ്യിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക തുടങ്ങിയ വളരെ പ്രാകൃതമായ രീതികൾ വൈദ്യശാസ്ത്രത്തിൽ നിലനിന്നിരുന്നു. ഡോക്ടറുടെ അടുത്ത് പോവുക എന്ന് പറയുമ്പോൾ തന്നെ രോഗികൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ ബിരുദമെടുത്ത ഡോക്ടർ സാമുവേൽ ഹനിമാൻ എന്ന ജർമ്മൻ ഡോക്ടർ മുന്നോട്ട് വരുന്നത്. അദ്ദേഹം രോഗികളോട് വളരെയധികം കരുണയോടുകൂടി എങ്ങനെ പെരുമാറാമെന്ന രീതിയെ പറ്റിയിട്ടാണ് ആലോചിച്ചത്. ഹോമിയോപ്പതിയുടെ സമീപന രീതിയുടെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. നമുക്ക് പലപ്പോഴും അറിയാം, ആധുനിക വൈദ്യശാസ്ത്രം ഡോക്ടർമാരെ അടുത്ത് ചെന്നാൽ അവർക്കൊട്ടും സമയമില്ല. ഒരു പ്രശസ്തനായ കാർഡിയോളജിസ്റ്റിനെ പറ്റി ഞാൻ ഈയിടയ്ക്ക് വായിക്കുകയുണ്ടായി. ഒരു ദിവസം 120 രോഗികളെയാണ് ഈ കാർഡിയോളജിസ്റ്റ് ചികിത്സിക്കുന്നത്, ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. ക്യാൻസർ രോഗവിദഗ്ധനായിട്ടുള്ള മറ്റൊരു ഡോക്ടർ ഇതേപോലെ തന്നെ 120-130 രോഗികളെ ഒരു ദിവസം കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ശ്രദ്ധയാണ് ഒരു രോഗിയുടെ പുറത്ത് ഒരു ഡോക്ടർക്ക് കൊടുക്കാൻ കഴിയുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും മറ്റും പല പോരായ്മകളിൽ ഒന്നാണിത്. എന്നാൽ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം നമ്മളെ വളരെയധികം അടുത്തിരുത്തി സംസാരിക്കുകയും ഓരോ പ്രശ്നങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് രോഗിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു അനുഭവം പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ 2 രീതികളും വളരെ വ്യത്യസ്തമായ രീതികളാണ്. ജനങ്ങളോട്, രോഗികളോട് വളരെയധികം കരുണാർദ്രമായി പെരുമാറണമെന്നുള്ള ഒരു സമീപന രീതി സാമുവൽ ഹനിമാൻ ആദ്യം തൊട്ട് തന്നെ അദ്ദേഹം നടപ്പാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ചില അറിവുകളാണ് ഹോമിയോപ്പതി എന്ന പുതിയ ഒരു വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിന് രൂപം കൊടുക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചത്. മലേറിയ വന്ന് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന രോഗികളുടെ ഇടയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മലേറിയ വന്ന രോഗികൾക്ക് അന്ന് കൊടുത്തുകൊണ്ടിരുന്ന മരുന്ന് സിങ്കോണ എന്ന ഒരു സസ്യത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നാണ്. ഇതിൻ്റെ ഡോസ് പരിശോധിക്കുന്നതിനിടയിൽ
ഇദ്ദേഹം ഈ സിങ്കോണ എന്ന മരുന്ന് സ്വയം കഴിച്ച് ഇതിൻ്റെ ഡോസ് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, സിങ്കോണ കഴിക്കുന്നതോടുകൂടി തന്നെ മലമ്പനിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഒരു രോഗം ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഏത് മരുന്ന് ഉപയോഗിക്കുന്നുവോ ആ മരുന്ന് ആ രോഗമില്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അദ്ദേഹം നിരീക്ഷിച്ച ഒരു കാര്യം. ഇതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര സംബന്ധമായ തിയറികൾ രൂപപ്പെടുത്തിയെടുത്തത്. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി ഇതിനു ശേഷം ഡോക്ടർ സുകുമാരൻ ഇവിടെ സംസാരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വിവിധ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് മുംബൈ രാഷ്ട്രീയ അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്ന കടമ. നമ്മളെല്ലാവരും അസുഖം വരുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകും, രോഗത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കും, മരുന്നുകളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ ഈ മരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കാറുമില്ല, ഡോക്ടർ പറയാറുമില്ല. ഇതാണ് സാധാരണ നടന്നു വരുന്നത്. ബോംബെയിൽ തന്നെ നമുക്കറിയാം ഒരുപാട് വൈദ്യശാസ്ത്ര സംബന്ധപരമായിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ ക്യാൻസറിനെ പറ്റിയിട്ടുള്ളൊരു വൈദ്യശാസ്ത്ര പരിപാടി നടക്കുകയുണ്ടായി. അവിടെയെല്ലാം ഡോക്ടർമാർ വരുമ്പോൾ നമ്മുടെ ജീവിത രീതിയെപ്പറ്റി അവർ പറഞ്ഞു തരുന്നു. നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. രോഗികൾ തിരിച്ചു ചോദിക്കുന്നതും ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ ഒരിക്കലും തന്നെ ഈ മരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഈ നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിരീക്ഷിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണോ, ഇതൊന്നും തന്നെ ആരും ചോദിക്കാറില്ല. പൊതുജനങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ശാസ്ത്രീയ അവബോധം വളർന്നു വന്നിട്ടില്ല. മുംബൈ രാഷ്ട്രീയ അസോസിയേഷൻ ഇന്ന് നടത്തുന്ന ഈ പരിപാടി അത്തരത്തിലുള്ള ഒരു രോഗസംബന്ധമായ അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കാനുള്ള ഒരു പരിപാടിയല്ല. നേരെ മറിച്ച് ഹോമിയോപ്പതി എന്ന ഒരു വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ഉള്ളതാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വിഷയത്തിന് ഉള്ളിൽ തന്നെ പരിമിതപ്പെടുത്തി നിർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രോഗസംബന്ധമായ ചോദ്യങ്ങൾ, നിങ്ങളുടെ ചികിത്സാ സംബന്ധമായ ചോദ്യങ്ങൾ ഈ പരിപാടിക്ക് ശേഷം നിങ്ങൾക്ക് ഡോക്ടർമാരോട് നേരിട്ട് സംസാരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ഈ വിഷയത്തെ ഒതുക്കി നിർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹോമിയോപ്പതി എന്ന വിഷയത്തെ അധികരിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടർ എൻ സുകുമാരനെ ക്ഷണിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ എൻ സുകുമാരൻ. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തെപ്പറ്റി വളരെ വിജ്ഞാനപ്രദമായ ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ 52 മൂലകങ്ങളുണ്ട്. ഈ 52 മൂലകങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത്. ഈ മൂലകങ്ങളുടെ സന്തുലിതാവസ്ഥ എപ്പോഴെങ്കിലും തകരാറിലാവുമ്പോൾ രോഗം പിടിപെടുന്നു. ഇതിനെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. ഹോമിയോപ്പതി ഡോക്ടർ സുകുമാരൻ പറഞ്ഞതുപോലെ രോഗിയെ ആണ് ചികിത്സിക്കുന്നത്, രോഗത്തെ അല്ല. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ രോഗത്തെ അല്ല, രോഗലക്ഷണത്തെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. ഒരു രോഗം ചികിത്സിക്കാൻ ഏത് പദാർത്ഥത്തെയാണോ ഉപയോഗിക്കുന്നത് ആ പദാർത്ഥം രോഗമില്ലാത്ത ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ തന്നെ രോഗം ഇല്ലാത്ത ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പദാർത്ഥം ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെയും അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ച ഒരു കാര്യം പൊട്ടൻറ്റൈസേഷനെ പറ്റിയിട്ടാണ്. പൊട്ടൻറ്റൈസേഷൻ എന്നുള്ള വാക്കിൻ്റെ സാധാരണ ഇംഗ്ലീഷ് അർത്ഥം അതിൻ്റെ ശക്തി കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഹോമിയോപ്പതിയിൽ അത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു മരുന്നിൻ്റെ മൂലപദാർത്ഥം അഥവാ മദർ ടിങ്ചർ എന്ന് പറയുന്ന പദാർത്ഥത്തെ നേർപ്പിക്കുകയാണ് ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത്. ഇത് 2 തവണ 3 തവണ 10 തവണ തുടങ്ങി പലതരത്തിൽ നേർപ്പിച്ചുകൊണ്ടാണ് ഹോമിയോപ്പതി മരുന്നിൻ്റെ വീര്യം ഹോമിയോപ്പതി ഡോക്ടർമാർ കൂട്ടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം അവോഗാഡ്രോ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടാണ്. ഈ വിഷയത്തെപ്പറ്റി ഡോക്ടർ സുകുമാരൻ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന സമയത്ത് കുറച്ച് വിശദീകരിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.
കാരണം ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർ സി വിശ്വനാഥൻ അടക്കമുള്ള ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം, ഹോമിയോപ്പതിക്കെതിരെ ഉയർത്തുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ, രസതന്ത്രത്തിലെ അവഗാഡ്രോ തത്വമനുസരിച്ച് ഹോമിയോപ്പതി ഒരു പമ്പര അബദ്ധം ആണെന്നുള്ളതാണ്. ഒരു പദാർത്ഥത്തെ നമുക്ക് നേർപ്പിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇടുന്നു, അതിനെ ലയിപ്പിക്കുന്നു. അപ്പോൾ പഞ്ചസാര മുഴുവൻ ഈ ഗ്ലാസ്സിൽ ലയിക്കും, ഗ്ലാസ്സിലെ വെള്ളത്തിൽ ലയിക്കും. ആ ഗ്ലാസ്സിൽ ലയിച്ചു കഴിഞ്ഞാൽ, പഞ്ചസാര ലയിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തെ നമ്മൾ വീണ്ടും 10 ഗ്ലാസ് വെള്ളത്തിൽ നേർപ്പിക്കുന്നു. അതിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ട് 50 ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. ഈ രീതിയിലാണ് പൊട്ടൻറ്റൈസേഷൻ ഹോമിയോപ്പതിയിൽ നടക്കുന്നത്. ഇത് ഒരു പരിധി കഴിയുമ്പോൾ, ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഒരു പരിധി കഴിയുമ്പോൾ ഏത് പദാർത്ഥമാണോ നമ്മൾ ലയിപ്പിക്കാൻ ഉപയോഗിച്ചത്, ആ പദാർത്ഥത്തിൻ്റെ ഒരു തന്മാത്ര പോലും ഈ ലായനിയിൽ അവശേഷിക്കുന്നില്ല. പ്രശസ്ത യുക്തിവാദിയും നിരീശ്വരവാദ ചിന്തകനുമായ റിച്ചാർഡ് ഡോക്കിൻസിനെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BBC ചെയ്തൊരു ഡോക്യുമെൻ്ററിയാണ് ഹോമിയോപ്പതിയെ പറ്റിയിട്ട്. അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു കാര്യം, ഹോമിയോപ്പതി മരുന്ന് നേർപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവസാനം സംഭവിക്കുന്ന ഒരു വലിയ തടാകത്തിൽ ഒരു തുള്ളി മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതുപോലെയാണ് ഹോമിയോപ്പതി മരുന്ന് എന്നാണ് ഡോക്ടർ റിച്ചാർഡ് ഡോക്കിൻസ് അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടി ഡോക്ടർ സുകുമാരൻ അദ്ദേഹം മറുപടി പറയുന്ന സമയത്ത് വിശദീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു പോയിന്റ്, അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സുകുമാരൻ സംസാരിച്ച കാര്യത്തിനകത്ത് അടങ്ങിയിരുത്തുന്ന ഒരു മാനവികമായ വശമായിരുന്നു. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തെക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ മാനവികമായ ഒരു സമീപന രീതിയായിരുന്നു. പണത്തിന് വേണ്ടിയല്ല, ലാഭത്തിന് വേണ്ടിയല്ല താൻ ചികിത്സിക്കുന്നത്, അതൊരു മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഡോക്ടർ സുകുമാരൻ ഇവിടെ പറഞ്ഞത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആധുനിക വൈദ്യത്തോട് യാതൊരു രീതിയിലുമുള്ള വിരോധമില്ല. പക്ഷേ ആധുനിക വൈദ്യം തികച്ചും ശാസ്ത്രീയമാണ്. പക്ഷേ ആധുനിക വൈദ്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന മരുന്ന് കമ്പനികൾ, ഡോക്ടർമാർ, ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു മാഫിയയുടെ ഒരു നേർചിത്രം കൂടി ഡോക്ടർ സുകുമാരൻ ഇവിടെ വരച്ചു കാണിക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തെപ്പറ്റി ഡോക്ടർ വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലോ അതിനുശേഷം വരുന്ന മറുപടിയിലോ കൂടി അല്പം സൂചിപ്പിക്കണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ സി വിശ്വനാഥനെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു നിലപാട് ഹോമിയോപ്പതിയെ പറ്റിയിട്ട് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ സി വിശ്വനാഥൻ. ഹോമിയോപ്പതിയെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടു. ഹോമിയോപ്പതി അടിസ്ഥാനപരമായും ഒരു ഭാവനാധിഷ്ഠിതമായ ചികിത്സാ സമ്പ്രദായമാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. മനുഷ്യ ശരീരത്തിൽ ഒരു വൈറ്റൽ ഫോഴ്സ്, ഒരു ജീവശക്തിയുണ്ട്. ആ ജീവശക്തിയാണ് എല്ലാ അസുഖങ്ങളും മാറ്റുന്നത് എന്നാണ് ഹോമിയോപ്പതി വാദിക്കുന്നത്. എന്നാൽ അതല്ല ആവശ്യം. രോഗത്തിൻ്റെ സ്ഥാനനിർണയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഡോക്ടർ വിശ്വനാഥൻ ഇവിടെ വാദിച്ചത്. രോഗത്തിൻ്റെ സ്ഥാനനിർണയവും അവയവങ്ങളെ ബാധിക്കുന്ന ഭൗതികാവസ്ഥയും മരുന്നുകളുടെ രാസപ്രവർത്തനവും ഇതെല്ലാം തന്നെ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് അഥവാ അസുഖങ്ങൾ മാറുന്നെങ്കിൽ അത് പ്ലാസിബോ എഫക്റ്റ് എന്നൊരു പ്രതിഭാസം കാരണമാണ് എന്നുകൂടി അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ കൂടുന്നതായിരിക്കും. 2 ഡോക്ടർമാർക്കും മറുപടി പറയാനുള്ള അവസരമുണ്ടായിരിക്കും. അതിനുശേഷം ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം.